കടയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ കടയുടെ അവസ്ഥ. കടയിലൊക്കെ വെള്ളം കയറി, ഒരു രക്ഷയില്ല. വെള്ളം കൊണ്ടും നല്ല വെള്ളം കണ്ടോ, ഇതാണ് അവസ്ഥ. മൊത്തം വെള്ളമാണ്. പോട്ടുകാരും ഒക്കെ ഇരുന്ന് നനഞ്ഞ എല്ലാം നല്ല അടിപൊളി. എന്താ പറയണ്ടേ, എന്ത് പറയണമെന്നറിയത്തില്ല. എൻ്റെ ചെടിയൊക്കെ ഒരുമാതിരി വെള്ളം കയറി നല്ല പരുവായി കാണും. അതാണ് അവസ്ഥ എൻ്റെ പൊന്നു ഗായ്സ്. ഒരു രക്ഷ ഉണ്ടാകത്തില്ല. മുറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. ഞാനിതിപ്പോൾ അകത്താണ് നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ കളി. ഞാനിപ്പോൾ ഞങ്ങളുടെ മുറ്റമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവിടുത്തെ റോഡ് പണിയുടെ കൊണ്ട് റോഡുകളൊന്ന് വൃത്തിയാക്കി മര്യാദയ്ക്ക് ഇട്ടായിരുന്നെങ്കിൽ വെള്ളം റോഡേക്കൂടെ മര്യാദയ്ക്ക് പോയില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഞങ്ങളുടെ ചെടിയൊക്കെ വെള്ളത്തിൽ മുങ്ങി ഗായ്സ്. ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആവിലെയൊക്കെ ചട്ടി വെച്ച് തന്നെ പൊക്കിപ്പൊക്കിട്ട് വെച്ചു. എന്നാലും കുറേയൊക്കെ ഇരുന്ന് കൊച്ചു ചെറിയ പ്ലാന്റൊക്കെ ഇരുന്നിരുന്ന് വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതൊക്കെ. ഇതുണ്ട്, മൊത്തം വെള്ളം കയറി ഗായ്സ്. ഒരു രക്ഷയില്ല. ഞാൻ ആവിലേക്ക് അവിടെ പൊക്കി തുറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഗായ്സ്. എന്ത് ചെയ്യും? ഈ ഓടയൊന്ന് വൃത്തിയാക്കി ഇവർക്ക് ഇട്ടിരുന്നെങ്കിൽ ഇത്രയും മഴ വെള്ളം നമ്മുടെ മറ്റുള്ള കടകളിൽ, ഇപ്പം ഞാൻ ഈ കടയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അപ്പുറത്ത് ഇപ്പോഴത്തെ എല്ലാ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല ഇടിവെട്ടുമുണ്ട് ഗായ്സ്. ഒരു രക്ഷയില്ല. ശരിയെങ്കിൽ ബൈ ബൈ.